കുറച്ച് ദിവസമായി ഒരു ലഞ്ചിൻ്റെ വ്ളോഗൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് കൊഞ്ചാണ് കിട്ടിയത്. കുറച്ച് പപ്പയ്ക്കയും കൂടി ചേർത്തിട്ട് തീയലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പയ്ക്കയും വെള്ളവും ഉപ്പും കൂടി ചേർത്തൊന്ന് വേവിച്ചതിന് ശേഷം പകുതി തക്കാളിയും കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് കൊഞ്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അരപ്പും കൂടിയൊക്കെ ചേർത്ത് അടച്ച് വെച്ച് കേട്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മരിച്ചിനിയൊക്കെ 2 വെള്ളം ഊറ്റി അതും ഒരു തട്ടിക്കൂട്ട് അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളിവെള്ളവും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതും കൂടെയൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊഞ്ച് നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പപ്പയ്ക്ക് വെച്ച് തന്നെ ഞാനൊരു തോരനും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉഴുന്ന് കഴുകി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും മുളകും കൂടി ചേർത്ത് കഴുകി വെച്ചിരിക്കുന്ന പപ്പായയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരപ്പും കൂടിയൊക്കെ ചേർത്ത് തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് കൊടുക്കാമേ. അരപ്പെല്ലാം അനന്ന് വരുമ്പോഴേക്കും അതിനെ കൂടി നല്ല രീതിയിലൊന്ന് ചിക്കി വറുത്തെടുക്കാം. നല്ല തുറുതുറുത്ത തോരനാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഉഴുന്നും കൂടെയൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ മീനിപ്പോൾ ഈ രീതിയിലാണ് പൊരിക്കുന്നത്. ഇങ്ങനെ പൊരിച്ചെടുത്തപ്പോഴേക്ക് എല്ലാവർക്കും അങ്ങനെ പൊരിച്ചാൽ മതി എന്നായി. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോഴത്തെ വയറൽ ഫ്രൈ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് ഓണാക്കി കൊടുത്ത് അതൊന്ന് മൂത്തതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്ത് കുറച്ച് പുളിവെള്ളവും ഉപ്പും കൂടിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് മീനും കൂടി ചേർത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാമേ. ചൂടോടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എനിക്കും ഇതാണ് എളുപ്പമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ മത്തി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊഞ്ചും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പലർക്കും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ കമൻറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ. വീഡിയോ എത്രയും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.